ഹലോ, ഐസ്ക്രീം ബോളുകൾ വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്ലവേഴ്സിൻ്റെ ഒരു വർക്കുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഐസ്ക്രീം ബോളുകളുണ്ട് കേട്ടോ. ഇതെല്ലാം വൈറ്റ് കളറിലുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം 10ൻ്റെ ഐസ്ക്രീമുകളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഐസ്ക്രീം ബോളുകളാണ്. ഇതെല്ലാം നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ അതിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൂക്കൾ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ അതിൻ്റെ ക്യാപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ക്യാപ്പിൻ്റെ ഈ സൈഡെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുവാണ്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമുക്കിതാ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കിനി ബോളിലേക്ക് പോകാം. ഇനി നമ്മൾ ഈ ബോളിനെ 5 ചെറിയ ഭാഗങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ 5 ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ക്യാപ്പ് വരുന്ന ഈ ഒരു ഭാഗത്ത് കുറച്ച് കട്ടി കൂടുതലാണ്. അത് നമുക്ക് ശ്രദ്ധിച്ച് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് വിടർത്തിയെടുക്കണം. ഇതാ കുറച്ച് ബലം പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിതാ ഇതുപോലെ ഇതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നിതാ ഇതുപോലെ നമുക്കൊന്ന് വിടർന്ന് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇത് വിടർത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ ഈ ക്യാപ്പിൻ്റെ ഈ മുകൾ ഭാഗത്ത് കട്ടിയുള്ള ആ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ആ കട്ടിയുള്ള ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിനെ ഒരു ഇതളിൻ്റെയൊക്കെ ഒരു രൂപത്തിൽ ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് നമുക്ക് കൊടുക്കാം. ഞാൻ റൗണ്ട് ഷേപ്പാണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു പൂവിൻ്റെ ഷേപ്പ് നമുക്കിപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് റെഡ് കളർ പെയിൻ്റാണ് കേട്ടോ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം അത് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ റെഡ് കളർ പെയിൻ്റാണ് ഒന്ന് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ചെയ്യാം. അപ്പോൾ ഇത് റെഡ് കളറിലുള്ള സൂപ്പറായിട്ടുള്ള ഒരു സുന്ദരി പൂവിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ക്യാപ്പ് ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഒന്ന് ഫിക്സ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഒരു ഗ്ലൂ ഉപയോഗിച്ച് നമുക്കിതിനെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ക്യാപ്പ് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിത് ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ മിഡിൽ ഭാഗത്ത് ഈ ക്യാപ്പിലും കൂടി നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ യെല്ലോ കളർ പെയിൻ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ യെല്ലോ കളർ പെയിൻറ്റും കൂടി ഒന്ന് ചെയ്തിട്ട് വരാം.
അപ്പോൾ ഇത് റെഡും യെല്ലോ കോമ്പിനേഷനുള്ള ഒരു സുന്ദരി പൂവിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഐസ്ക്രീം ബോളിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും നല്ലപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ടച്ചിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള എല്ലാ ഐസ്ക്രീം ബോളിലും ഇതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കറക്കി കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ഒന്ന് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഒരു ഈർക്കിലാണ് കേട്ടോ. നമുക്ക് കട്ടിയുള്ള കമ്പി ഉണ്ടെങ്കിൽ എടുക്കാം. നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പിക്ക് വളരെ കനം കുറവാണ്. അതുപോലെ തന്നെ അത് ഈ ഐസ്ക്രീം ബോളിനെ താങ്ങാനും കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈർക്കിലെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈർക്കിലേക്ക് ഗ്രീൻ ടേപ്പ് ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ 5 ഈർക്കിലാണ് കേട്ടോ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ, 5 നമ്മളിവിടെ ഗ്രീൻ ടേപ്പ് ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പൂ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഈർക്കിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഫെവിഫ്ലക്സിൻ്റെ ഗ്ലൂ ഒരു അല്പം ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടിക്കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഫ്ലവേഴ്സ് എല്ലാം ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഫ്ലവേഴ്സ് എല്ലാം ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 5 ഫ്ലവേഴ്സും നമ്മൾ ഈർക്കലിൽ ഗ്രീൻ ടേപ്പ് ചുറ്റിയിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഗ്രീൻ ടേപ്പ് വെച്ച് തന്നെ ഇതിനെ ഒന്ന് ഫിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഗ്രീൻ ടേപ്പ് ഇതിൻ്റെ അടിയിലൂടെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 ലീഫും കൂടി ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രീൻ പേപ്പർ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ലീഫാണ് കേട്ടോ. ആ 2 ലീഫും കൂടി ഇതിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം. അപ്പോൾ ഈ വേസ്റ്റ് മെറ്റീരിയലായ ഐസ്ക്രീമിൻ്റെ ബോളുകൾ വെച്ച് മാത്രം ഉണ്ടാക്കിയെടുത്ത ഒരിക്കലും വാടാത്ത കുറച്ച് പൂക്കളാണ് കേട്ടോ ഇത്. നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കുകയും ചെയ്യാം. വീടൊക്കെ നല്ല മനോഹരമാക്കി അലങ്കരിക്കാനും പറ്റും. അതുപോലെ തന്നെ ഇതൊരിക്കലും കേടാവാതെ ഇരിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയണം കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണേ. അത്രയൊക്കെയുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായിട്ട് കാണാം. താങ്ക്